കോടിക്കണക്കിന് മക്കൾ വസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുപാട് മക്കൾ ഉടമ്പടി എടുത്തിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി അപ്പാവ് എന്നെ ഉയർത്തിയതിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നീ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് രാഹുൽ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 27/4/2022 അതിനു മുമ്പ് ആദ്യമായി യേശുവിനെ എൻ്റെ ഭവനത്തിലേക്കും എന്നിലേക്കും സ്വീകരിച്ചത് ആദ്യമായി എങ്ങനെയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിനെങ്കിലും മുമ്പ്, ഒരിക്കൽ എൻ്റെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ഒരു കൊന്ത കിട്ടുകയും അത് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതൊരു പള്ളി കണ്ടപ്പോൾ എടുത്ത് മാറ്റാനായിട്ട് നോക്കുകയും അതെൻ്റെ ചേച്ചി വാങ്ങിക്കുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അന്ന് ആദ്യമായിട്ടാണ് യേശു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയും ഞങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നൊരു വ്യക്തി മാത്രം ഓക്കെ, കാരണം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാനൊരു അക്രൈസ്തവനാണ്. അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലൊന്ന് മുട്ടിയിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് യേശുവിനെ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും ഏറ്റെടുത്തത്. പിന്നീട് യേശുവിനെ ഞാൻ കൂടുതലായിട്ട് യേശു ആരാണെന്ന്, എന്താണെന്നും, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, എന്താണെന്നും ഒക്കെ അറിയാൻ തുടങ്ങിയത് ഉടമ്പടി എന്ന മഹാപുണ്യം ഞങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്. അത് എത്താൻ കാരണം അത് ഞാനൊന്ന് പറയാം എങ്ങനെയാണെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാടകക്കാർ വരികയും അവരവിടെ അവർ വാടകയ്ക്ക് താമസിക്കുകയും അവർ ഏതാണ്ട് 2 വർഷത്തോളം അവിടെ താമസിക്കാനായിട്ട് വന്ന്. അപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ താമസമൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് അവരുടെ അനിയത്തി താമസത്തിന് വരികയും. അപ്പോൾ അവരെ വായിന്നാണ് ഒരു ദിവസം എന്തോ കഴിച്ചോന്ന് ഇങ്ങനെ ചോദിച്ചത്. കഴിച്ചോന്ന് ചോദിച്ചാൽ പിന്നെ ഇല്ല, എനിക്കിന്ന് ഉപവാസമോ കൃപാസനത്തിലെന്ന് പറഞ്ഞ് ഞാനത് അവിടെ കേട്ട് ഉപാസം അന്ന് കളഞ്ഞു പോയി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് അത് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഞാൻ പിറ്റേന്ന് ചോദിച്ചു, ചേച്ചി എന്താ ഇന്നലെ ചേച്ചി പറഞ്ഞ് ആഹാരം കഴിച്ചില്ല, ഉപവാസമോ കൃപാസനോ? അന്നേരം പറഞ്ഞു, രാഹുൽ ഇതൊരിക്കലും കേട്ടിട്ടില്ലേ കൃപാസനോ എന്നൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കേട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അന്നേരം എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നത്. ഇനി എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഞാൻ 7 ഉടമ്പടിയായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി. ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7 ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ആ കാര്യം സാധിച്ചില്ല. പക്ഷേ എനിക്കതിന് ഒട്ടും വിഷമമൊന്നൊരു സാധനമില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റു പലർക്കും കിട്ടുന്നത് കേൾക്കുമ്പോൾ അവർ പിന്നെ വീണ്ടും എന്നോട് പറയാമെന്ന് പ്രാർത്ഥിക്കുക, രാഹുൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാത്തതിലല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നല്ലോ എന്നുള്ള കേൾക്കുമ്പോൾ ആ ഒരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തിയായിട്ട്. രോഗസൗഖ്യങ്ങളെയാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല, കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് എനിക്കൊരു അലർജി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നിസാല അല്ല. അലർജി എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിനകത്തുള്ള കറി വെക്കുന്നതിൻ്റെ സ്മെല്ലോ കടുക് വറുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ തൂക്കുന്നതിൻ്റെ ഫാൻ ഇടുമ്പോൾ ഒരു പൊടിയോ അങ്ങനത്തെ ഒന്നും എനിക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. മൂക്കിനകത്ത് പുഴു ഞൊളയുന്നത് പോലെയുള്ള അവസ്ഥയും അത് മുഖേന മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പനിയും മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ പോവുകയായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 1ാമത്തെ ഉടമ്പടി പുതുക്കി പിന്നീട് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പോൾ അതില്ലല്ലോ, കാരണം എൻ്റെ വീട്ടിലെ ഡസൻ കണക്കിന് അമർദാനിൻ്റെ ടിന്ന ഒരു മാസത്തിൽ. കാരണം ഞാൻ ഇത് വരുന്ന സമയത്ത് എനിക്ക് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ മൂക്കിനകത്തൊക്കെ അമർദാഞ്ചിനും ഇതൊക്കെ വാരിയിടും, കാരണം എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് അത് 1ാമത്തെ ഉടമ്പടിയൊക്കെ പുതുക്കിയതിന് ശേഷം എങ്ങനെ മാറി, എപ്പോൾ മാറി എന്നൊന്നും എനിക്കറിയത്തില്ല. 2ാമതായിട്ട് വരുന്നത് എൻ്റെ രോഗസൗഖ്യമാണ് ആദ്യം പറഞ്ഞത്. 2ാമതായിട്ട് പറയുന്നത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നായിരുന്നു. അന്ന് ഞാനത് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കത് അറിയാതെ പോയി. വേദനയൊക്കെ തന്നെ അത് സാധാ എന്തോ ആണെന്ന് ചോദിച്ചാൽ വേദന അത്ര വന്നിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. പിന്നീട് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ് കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് അത് അപ്പൻഡിക്സ് ആണ്, അവിടെ ഹോൾ വീഴും, അതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് 18 ദിവസം ട്രിപ്പ് മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ കിടന്ന് അത് മാറുകയും പിന്നീട് ഇത് വരുവാണെന്നെങ്കിൽ ഇതിന് മുമ്പ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത് വന്ന സമയത്ത് എൻ്റെ എക്സാം സമയത്താണ് അത് വന്നത്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഇതേ കണക്ക് മരുന്നുകൾ കൊണ്ട് മാറുകയും ചെയ്ത് പിന്നീട് ഇപ്പം ഒരു 2 മാസം മുമ്പ് വീണ്ടും എനിക്ക് വേദന വന്ന്. പക്ഷെ ഞാനത് വീട്ടുകാരോട് പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വളരെ
ട്യൂഷനൊക്കെ എടുത്താൽ പഠിപ്പിക്കുന്നത്. വീട്ടുകാരെ ഇത്ര നാളായിട്ട് വീട്ടുകാർക്ക് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ കൊണ്ട് ഒന്നും ചിലവാപ്പിക്കാനോ അവർക്ക് ഞാൻ കാരണം ഒരു ദുഃഖം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കുനിഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് നീരാൻ പറ്റുന്നില്ല, പകുതി വരെ നീന്നിരുന്നിട്ട് അത് ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെ വീട്ടുകാർ കാണല്ലേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഒരു തൈലം തീർച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ എനിക്കിത് മാറ്റിത്തരണം, എനിക്ക് വേറെ വഴിയില്ല, ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറയത്തില്ല, കാരണം എനിക്ക് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ വിഷമം കാണും. ഞാൻ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ചെയ്യും, പക്ഷേ എനിക്ക് ഇനി അവരെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് 2-3 ദിവസം ഞാൻ അത് നല്ലതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞെടുക്കുക എപ്പോൾ മാറിയെന്നോ എങ്ങനെ മാറിയെന്നോ എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന എൻ്റെ മൂന്നാമത്തെ ഞങ്ങളുടെ വീട്ടിലെ കിണറിൻ്റെ അവസ്ഥ. ഏതാണ്ട് 30 വർഷത്തോളം ഞങ്ങളുടെ വീട് വെച്ചിട്ട് അന്ന് തന്നെ അത്രയും പഴക്കമുണ്ട് ഞങ്ങളുടെ കിണറിനും. പക്ഷേ പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് അത് വെള്ളം പറ്റുന്ന സമയത്ത് കൂടുതൽ കുഴിച്ച സമയത്ത് പിന്നീട് വരുന്ന വെള്ളമെന്ന് വെച്ചാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ കളർ വെള്ളം കലക്കിയതിനേക്കായി കഷ്ടമായിട്ടാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിക്കണമെങ്കിൽ തലേന്നേ നമ്മൾ പിഴിച്ച് വെച്ച് നമ്മൾ അരിച്ച് വൃത്തിയാകണം, എങ്കിലും മാത്രമേ പറ്റും. പക്ഷേ ആ വെള്ളം കൊണ്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും പശയേക്കായി കഷ്ട അവസ്ഥയായി മാറും. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയൊക്കെ വെച്ച സമയത്ത് അന്നേരവും ഞാൻ അതൊന്നും വെച്ചിട്ടില്ല, കാരണം എനിക്ക് വേറെയും വലിയ വലിയ കാര്യങ്ങളാണല്ലോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് വെച്ചത്. പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങളേക്കായി കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നെ. ഈ 2 വർഷം കൊണ്ട് ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുവന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇടും, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് 2 വർഷം കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം ഇതൊക്കെ കൺമുന്നിൽ കാണുന്ന സത്യങ്ങളാണ്. കാരണം ഇത്രയും വർഷം ഞാൻ ജീവിച്ച് എൻ്റെ ആ വീട്ടിൽ ജീവിച്ച് കണ്ടതാണ്. അത്രയും മഞ്ഞയായിട്ട് കണ്ട ആ വെള്ളം ഈ 2 വർഷം കൊണ്ട് എങ്ങനെ ഇത് ഈ ഉപ്പൊക്കെ ഇട്ട സമയത്ത്. അതുകൊണ്ട് ഓരോ വേനൽ ഇപ്പോൾ വരുമ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴും അമ്മ പറഞ്ഞു നേരത്തെ എനിക്ക് രാഹുലെ ഉപ്പിഴണേ, വെള്ളത്തിന് വേറെ ഇതാണ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ കാണുമ്പോൾ അതാണ് നമ്മുടെ സത്യം എന്ന് മനസ്സിലാക്കുന്നത്, കൂടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ വരുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. അമ്മൂമ്മ മാമൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ മോശം പോകുന്നു, വേദന, വയറൊക്കെ വീങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഗ്യാസിൻ്റെ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് മാറുന്നില്ല. പിന്നീട് അവിടെ നമ്മൾ ഇത്രയൊരു വലിയൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് അമ്മൂമ്മയ്ക്ക് നട്ടെല്ലിന് കംപ്ലൈൻ്റാണ്, അകന്നിരിക്കുവാണ്, പ്രായം ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല, പകരം നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് 45 ദിവസം നന്നായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം. ബെഡ് റെസ്റ്റ് എടുക്കുന്നതിനകത്തിരിക്കുവാണ് കാര്യം. കാരണം ഈ 45 ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദിവസങ്ങൾ കൂടുമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ. അപ്പോൾ എല്ലാവരും മക്കൾ ഹോം നേഴ്സിന് വെക്കുന്ന കാര്യം പിന്നെ അമ്മയൊരു മോളും ബാക്കി 2 ആങ്ങളമാരും ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ കടമയെ അത് ചെയ്യേണ്ടത്, വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച്. അമ്മ പറഞ്ഞ് ഞാൻ നോക്കാം. അപ്പം എനിക്കതാണ് പറയുന്നത്, ഞാൻ അമ്മയുടെ തന്നെ അമ്മേ അങ്ങനല്ല, ദൈവം എനിക്ക് തന്നൊരു അവസ്ഥയാണ്, ഒരു അവസ്ഥയല്ല, ദൈവം എനിക്ക് തന്നൊരു കാര്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ കാര്യങ്ങൾ പുറത്തു പോയി ചെയ്യുന്നതിനേക്കാൾ വീട്ടിലുള്ളത് ആദ്യം ചെയ്ത് തീർക്കാതെ എങ്ങനെ ഞാൻ പുറത്തു പോയി ചെയ്ത് എനിക്ക് എന്ത് പുണ്യമോ കിട്ടുന്നത്. ഞാൻ അമ്മയ്ക്ക് അന്നൊരു ബുദ്ധിമുട്ടായിരുന്നു, സ്ത്രീ ആയതുകൊണ്ട് അമ്മൂമ്മ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, നാളെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യേണ്ടായോ, അമ്മൂമ്മയ്ക്കും അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ കൊച്ചുമോനായി ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യണം, ഇതൊക്കെ എനിക്ക് സന്തോഷപൂർവ്വം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അമ്മൂമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും അപ്പോഴത്തേക്ക് അമ്മൂമ്മയ്ക്ക് യൂറിൻ ട്യൂബ് ഇട്ട് യൂറിൻ ബാഗ് ഇട്ട് അമ്മയുടെ മോഷനെല്ലാം ഞാൻ തന്നെ എടുക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് സന്തോഷപൂർവ്വം എനിക്ക് ചെയ്യും. കാരണം എനിക്ക് അതിനകത്ത് അറപ്പോ വെറുപ്പോ ഒന്നും, കാരണം അതാണ് ആ കർത്താവ് എനിക്ക് തന്നെ ഒരു ശക്തിയും സ്നേഹവും അതാണ്. അപ്പോഴത്തേക്കും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 45 ദിവസം വേണമെന്ന് പറയുന്നു, അത്രയും കംപ്ലീറ്റ് എല്ലാം വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ കൂടെ നിൽക്കുന്നു, ക്ലാസ്സിന് പോവാതെ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് 10ാമത്തെ ദിവസം മോശം പോകണമെന്ന് പറയുന്നു. ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് പുറത്തിറങ്ങി. അമ്മൂമ്മ എന്നെ വിളിക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ചെന്ന് കാണുന്നത് മോഷന് പകരം വന്ന് തളം കെട്ടിക്കിടക്കുന്ന ബ്ലഡാണ് കാണുന്നത്. ആദ്യമായിട്ട് കണ്ട് നമുക്കൊരു പേടിയും വെപ്രാളവും. വീണ്ടും പോകണമെന്ന് പറഞ്ഞ് വീണ്ടും മോഷന് വരും, ബ്ലഡ് വരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്നത് ഇത് ഉള്ളിൽ നിന്ന് എവിടെയോ ആദ്യത്തെ പരിശോധന അവർ പറഞ്ഞു ഇത് ഉള്ളിൽ നിന്ന് എവിടുന്നോ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് നല്ല ചികിത്സയ്ക്ക് എവിടെയും കൊണ്ടുപോകണം, കാരണം എൻഡോസ്കോപ്പി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കാരണം ഇത് എവിടുന്നോ വരുന്നത് എന്തോ ആണ്. കാരണം എൻ്റെ അടുത്ത് ഞാൻ ആ അമ്മൂമ്മയെ നോക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോഷന് അല്ല ബ്ലഡ് വന്നതിനകത്ത് മാംസത്തിൻ്റെ അംശം വല്ലതും ഉണ്ടോ വേറെയൊക്കെ ഉണ്ടോ എന്ന്. എനിക്കിതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എന്തൊക്കെയോ പറയുന്നു.
അവനെ എൻഡോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുചെല്ലുന്നു. അവിടുന്ന് ഇതൊക്കെ പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യാൻ പറയുന്നു. എൻഡോസ്കോപ്പി ഒന്നും ചെയ്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ എൻഡോസ്കോപ്പി ചെയ്തെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരസുഖങ്ങളും ഇല്ല. പ്രായമായ ചില സ്ത്രീകൾക്ക് കുടലിൻ്റെ ഭാഗത്ത് ചില തടുപ്പ് പോലെ വരും, അത് പൊട്ടുമ്പോൾ ആ പൊട്ടുന്ന ബ്ലഡാണ് ഈ പോകുന്നത്, അല്ലാതെ പേടിക്കാനുള്ള ഒന്നുമില്ലെന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ ട്യൂബും കാര്യങ്ങളും എല്ലാം ഇട്ടിരുന്നതായിരുന്നു. ട്യൂബ് ഇട്ടേന്നൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നട്ടലിന് ഇങ്ങനെ ജോയിൻസിനകത്ത് അകൽച്ച ഉണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം വേണ്ടി അമ്മമ്മ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന സമയത്തിന് എല്ലാ ദിവസവും തൈലം പുരട്ടിയും ഉപ്പിട്ട് അമ്മമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും, ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് അമ്മമ്മയുടെ അടുത്ത് നിന്ന് ബൈബിൾ വായിക്കുകയും, അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ ഉറക്ക ബൈബിൾ വായിക്കുക അമ്മയ്ക്ക് കേൾക്കത്ത രീതിയിലൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് വന്നി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അമ്മമ്മയ്ക്ക് തൈലവും കാര്യങ്ങളും എല്ലാം പുരട്ടി കൊടുത്ത് ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാൻ നോക്കിയ അമ്മമ്മയെ, അപ്പോൾ വേറെ ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്നുമില്ല. അതുപോലെ തന്നെ ആദ്യ ഹോസ്പിറ്റലിൽ യൂറിൻ ബാഗും ട്യൂബിൽ ഇട്ടു. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാ, രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നത് എന്തിനാ ഈ യൂറിൻ ബാഗൊക്കെ ഇട്ടേക്കുന്നത്, അമ്മമ്മയ്ക്ക് വേറെ വല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ആദ്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇങ്ങനെ നട്ടലിന് കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് അനങ്ങലിൽ 45 ദിവസം കിടക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ കിടക്കത്തില്ല, നട്ടലിന് കംപ്ലയിൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല, കെട്ടിയെല്ലാം വെക്കുമെന്ന് പറഞ്ഞ്. അവർ പറഞ്ഞു ഇവിടെ ചെയ്യണമെന്ന് നോക്കണം, എക്സ്റേ എടുത്ത്. അപ്പോൾ ഇതാരാ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ട്യൂബും എല്ലാം എടുത്ത് കിടന്നു പോയ അമ്മൂമ്മ അന്ന് എണീച്ച് 12ാമത്തെ ദിവസം തിരിച്ച് നടന്ന് വീട്ടിൽ വന്ന് ഇന്നും പയറുപോലെ നിന്ന് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത്. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യങ്ങൾ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, എൻ്റെ വീടിനടുത്ത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന ഇതിന് മുമ്പ് തന്നെ ഞാൻ പള്ളിയിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ വീടിനടുത്ത് സെൻറ്റ് ജൂഡ് എന്നൊരു പള്ളിയുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനെയും കൊണ്ട് പരീക്ഷയ്ക്ക് 6 ദിവസം അവന് പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും, കാരണം അവൻ്റെ പരീക്ഷ തീർന്നിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ സമയത്ത് ഇവിടുത്തെ ജപമാല റാലി വരാറൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു കൊന്ത വേണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൊന്ത കാശ് കൊടുത്ത് വാങ്ങാനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാൻ ആ അവിടെ പറഞ്ഞ്, മാതാവേ ഞാൻ 7 ദിവസമുണ്ട്, ഇനി ഒരു 6 ദിവസം പരീക്ഷയുണ്ട്, ഞാൻ ഈ 6 ദിവസം പരീക്ഷ അവനെ കൊണ്ട് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കൊന്ത തരണേന്ന് പറഞ്ഞു. കൊന്ത എന്നെ കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടല്ല, ഒരു കൊന്ത ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ ഞാനത് അത്രത്തോളം പുണ്യം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന്, അവിടുത്തെ സ്വർഗത്തിൽ നിന്ന് തരുന്നതാണെന്ന് വിചാരിച്ചു. അതൊരു കഫത്തിൽ നിന്നോ മലത്തിൽ നിന്നോ മൂത്രത്തിൽ നിന്നോ എന്ത് വീട്ടിൽ കിട്ടിയാലും ഞാനത് പൊന്നുപോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ എല്ലാ ദിവസവും 6 ദിവസവും 5 ദിവസവും എല്ലാ ദിവസവും അവിടുത്തെ ഓരോ ദിവസം ഈശോയെയും മാതാവിനെയും ഔസേപ്പുജാൻ പിതാവ് ഉണ്ണിയേശനെയും കൊണ്ട് നിൽക്കുന്നതൊക്കെ തൊഴുത് പ്രാർത്ഥിക്കും. 5ാമത്തെ ദിവസമായപ്പം ഞാൻ നോക്കാൻ നേരത്തു ഒരു കൃപാസന പത്രം ഇവിടെ കിടക്കുന്ന പടിയിൽ കിടക്കും. ഞാനത് എടുത്തിട്ട് പറഞ്ഞു, അവനെ 6 ദിവസം പറഞ്ഞ് എന്തോ എനിക്ക് സംഭവിക്കാൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവിക്കാൻ പോകണം, അതിന് മുമ്പുള്ള ഒരു അടയാളമാണല്ലോ പത്രം എന്ന് പറഞ്ഞ്. ഇനി ഒരു ദിവസവും കൂടെ ഉള്ള 6 ദിവസം. പിറ്റേ ദിവസം ഞാൻ ചെന്ന് അതേ കണക്ക് പ്രാർത്ഥിച്ചു, ഈശോയെ പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് ഉണ്ണിയേശുവിൻ്റെ പിതാവിൻ്റെയും ചെന്നപ്പം ഉണ്ണിയേശുവിൻ്റെ കഴുത്തിൽ ഒരു കൊന്ത കിടക്കുന്നു. എനിക്ക് അത്രത്തോളം സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞവിടെ നിന്ന്. ഭഗവാനെ, ആ കൊന്ത ഞാൻ ഇന്നും ഉപയോഗിക്കുകയും ഇന്നും അത് എത്രയോ വർഷമായിട്ട് ഇന്നും ഞാൻ ആ കൊന്ത ഉപയോഗിച്ചാണ് കൊന്ത എല്ലുകയും ജപമാല റാലിയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കിട്ടിയ ഒരു പുണ്യം വെച്ചാൽ 7 ഉടമ്പടിയിലും 2 ഉടമ്പടിയിലും എനിക്ക് മാതാവിനെ കയ്യിൽ എന്താണ്ട് ഭാഗ്യവും, 5 ഉടമ്പടിയിലും ഓരോ തിരി വസ്തുക്കളെല്ലാം 5 ഉടമ്പടിയിലും എനിക്ക് എല്ലാം എടുക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. അങ്ങനെ എത്ര പേർക്ക് കിട്ടിയിട്ടോ എനിക്കറിയത്തില്ല. 7 ഉടമ്പടിയിൽ 2 പ്രാവശ്യം മാതാവും 5 പ്രാവശ്യം ഓരോ വസ്തുക്കളും എടുക്കാൻ, പുണ്യമായ ഓരോ വസ്തുക്കളും ഏന്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത്രയുണ്ട്. പിന്നീട് ഓരോ പ്രാവശ്യവും പലപ്പോഴായിട്ട് മാതാവിൻ്റെ സാന്നിധ്യങ്ങൾ മെഴുകുതിരിയിലും മഴവില്ലായും ഒക്കെ സാധിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആദ്യമൊക്കെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ പള്ളിയിൽ കൊണ്ടുവയ്ക്കത്തുള്ളൂ, കള്ളം പറയേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഞാൻ
പള്ളിയിൽ കൊണ്ടുവച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ പ്രാവശ്യം ഞാനെടുത്ത് ഇങ്ങനൊന്നും അല്ലല്ലോ ഇത് ചെയ്യണം, ഞാൻ പിന്നെ എന്തിന് ഇതൊക്കെ എടുക്കുന്നത്, ഞാൻ എന്തിനാ ഉടമ്പടി എടുക്കുന്നത്, ഇങ്ങനെ ചെയ്തല്ലല്ലോ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പ്രാവശ്യം മുതൽ ഞാൻ ഇവിടുന്ന് ഓരോ പത്രങ്ങൾ കൊണ്ടുപോയി, പത്രങ്ങൾ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകൾ തോളും കയറി ഇറങ്ങി കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ആരും അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ട് ചിലർ വേണ്ടാന്നൊക്കെ, പക്ഷേ എൻ്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പലരും എന്നെ വിളിച്ചെത്തി വാങ്ങിച്ചിട്ട് വെള്ളം വേണോന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് അത്ര സന്തോഷം. പിന്നീട് ഓരോ പ്രാവശ്യം വരും തോറും പത്രങ്ങളുടെ എണ്ണം ഞാൻ കൂട്ടാൻ തുടങ്ങി, കാശ് രൂപം കൊണ്ടുപോകാൻ തുടങ്ങി, ഓരോരുത്തരുടെയും കരങ്ങളിലേക്ക് അത് എത്തിക്കാൻ തുടങ്ങി, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് 3 കെട്ട് പത്രം കിട്ടിയത്. അപ്പം സാധാരണ ചിലപ്പോൾ 4 കെട്ട് പത്രം തരും. അപ്പോൾ എനിക്കിപ്പോൾ തികയുന്നില്ല പത്രം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം ഇതെന്ത് 1 കെട്ട് കുറവാണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി പള്ളിയിൽ പോയി. ഞാൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കുന്നത്. അവിടെ ചെന്നപ്പോൾ 2 കെട്ട് പത്രം ആ പള്ളിയിലിരിക്കുന്നത്. അങ്ങനെ മൊത്തം 6 കെട്ട് പത്രമായിട്ട് ഞാൻ അവിടെ കൊടുത്ത് സന്തോഷത്തോടെയാണ് വരുന്നത്. പിന്നീട് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കൂടുതലും പേര് പലരും, പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എനിക്ക് ഇതുപോലത്തുള്ള കാര്യങ്ങൾ പറയാനും, എനിക്ക് അറിയാത്ത പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളൂ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, പക്ഷേ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഫോണിലൂടെയുള്ള ഈ സംഭാഷണം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും മാതാവിനെക്കുറിച്ചും കാര്യങ്ങൾ ഇന്നും ഞാൻ പറഞ്ഞിട്ടാണ് വന്നേ. ഇന്നലെ അവരിവിടെ വന്ന് ഉടമ്പടി പുതുക്കി, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. വ്യക്തിപരമായി വന്ന മാറ്റമെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ബൈബിള് വായിക്കുന്നതൊക്കെ ഇവിടുന്ന് ആദ്യമേ പുതിയ നിയമത്തിൻ്റെ ഒരു ബൈബിള് വാങ്ങിച്ചുകൊണ്ട് പോയി അത് കംപ്ലീറ്റ് ചൊല്ലി തീർത്ത് രണ്ടാമത് ഇവിടെ നിന്ന് ഞാനൊരു വലിയ ബൈബിൾ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമ്മയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, രാഹുൽ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ പറയും ഇങ്ങനെയാണ് അമ്മ ചെയ്യേണ്ടത്, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ അതുപോലെ തന്നെ രാവിലെ അച്ഛനെ ഡെയിലി ബെഡ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിന്നീടുള്ള ഒരു ദിവസം ഒരു 10-25 സാക്ഷ്യങ്ങൾ കാണും. ആ സാക്ഷ്യങ്ങൾ പലപ്പോഴും തന്നിട്ടുള്ള ഒരു ഊർജ്ജങ്ങളുണ്ട്. ഡൗൺ ആയി പോയ സമയത്ത് ഒരു ഗീതാകുമാരിയുടെ സാക്ഷ്യമൊക്കെ ഒരു അമേരിക്കയിൽ പോയ നിസ്സാരമായ അവർ അവിടുന്ന് മാതാവ് കൊടുത്ത ഓരോ അനുഭവങ്ങൾ അവർക്ക് ലഭിച്ച ഓരോ, അതൊക്കെ എനിക്ക് നൽകിയ എനിക്ക് 6ാമത്തെ ഉടമ്പടിയിലൊക്കെ അതൊക്കെ നൽകിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ ബൈബിളൊക്കെ ഞാൻ എൻ്റെ റൂമിൽ മാത്രമായിരുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ റൂമിൽ വന്നിരുന്ന് ഈ അന്നത്തെ ഫുള്ള് ഒരുപാട് സാക്ഷ്യങ്ങൾ ചെല്ലും. അപ്പോൾ അമ്മ എങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ പിന്നീട് എൻ്റെ റൂമിൽ നിന്ന് മാറി ഞാൻ അവിടുത്തെ അടുക്കളയിൽ അമ്മയുടെ അടുക്കളയിൽ പോയി സാക്ഷ്യങ്ങൾ അവിടെ വെച്ച് കേൾക്കാനും അമ്മയ്ക്ക് സഹായിച്ചപ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലായി, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണെന്ന് മനസ്സിലായി. അമ്മയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ആ ചോദ്യം പറഞ്ഞു, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. അമ്മയും ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു വലിയ, ഞാൻ സാധാരണ അച്ഛനും അമ്മയൊക്കെയാണ് മക്കൾക്ക് ഇത്. ഇപ്പം ഞാൻ മുഖേന എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരെയൊക്കെ അറിയുന്നു പറഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷമാണ്. വളരെ സന്തോഷത്തോടെ ഞാനിത് ചെയ്യുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ അതും ഒരു വലിയ ഇതാണ്. ഞാനിത് എൻ്റെ പണ്ട് മുതൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ട് എങ്ങനെയെന്ന്. പക്ഷേ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയത് ഈ കൃപാസനം എന്ന ഈ പുണ്യഭൂമി വന്നതിന് ശേഷം അമ്മയെ അറിഞ്ഞപ്പോഴാണ്. അതും എനിക്കിതാണ്. ആദ്യമായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയ ഭഗവാനെ, മാതാവേ, എനിക്കിത് കൊണ്ടുകൊടുത്ത് ഇട്ടെറിഞ്ഞിട്ട് പോരാൻ ഇടവരുത്തല്ലേ, എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്ത് അവർക്ക് കൊടുക്കണം, അതിനെ എനിക്ക് സഹായിക്കണം. എനിക്ക് സന്തോഷത്തോടെ ഞാൻ ഈ പോകുന്നത് തിരിച്ച് സന്തോഷത്തോടെ വന്ന് എനിക്ക് നന്ദി പറയാൻ സാധിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അന്ന് അവിടെ ചെന്ന് ഞാൻ അരിയും പച്ചക്കറികളും ഒക്കെ കൊണ്ടുപോയി എൻ്റെ ഇന്ന് വാങ്ങിച്ച് ശരി പൊയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണം, ഇവരെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു ശരി, അതിനെന്താ. അപ്പോൾ അവന് അനു എന്ന് പറഞ്ഞൊരു പയ്യനെ വിളിച്ച്. അപ്പോൾ അവിടെ അതാണ് ഞാൻ ഞെട്ടിപ്പോയ കാര്യമാണ്. എൻ്റെ കൂടെ അക്ഷരം പഠിക്കുന്ന സമയം തൊട്ട് 10ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടുത്തെ ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ്. അതാണ് മാതാവ് എനിക്ക് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഞാനും ഞെട്ടി അവന്, കാരണം ഞാനും അവൻ തമ്മിൽ 1 കിലോമീറ്റർ വീടിൻ്റെ വ്യത്യാസമുള്ളൂ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞതില്ല. അവൻ അവിടെ ജോലി, ഞാനും അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴാണ് മാതാവ് എനിക്ക് അങ്ങനെയും തന്ന് സഹായിച്ചു. അതിനുശേഷം എനിക്ക് അവിടുത്തെ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറവ് അതെനിക്ക് വാങ്ങിച്ചു കൊടുക്കാനും, അതുമല്ല അവിടെ നിന്നുകൊണ്ട് മറ്റ് അനാഥാലയങ്ങൾ എവിടെയൊക്കെയുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടെന്ന് എനിക്ക് തിരക്കാനും അവിടെ എല്ലാം പോകാനും സാധിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, രാഹുൽ ഇത് തന്നെയാണോ ജോലി? അപ്പോൾ ഞാൻ പറയും, ഇതെനിക്കൊരു ജോലിയല്ല, ഇത് എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം, ഒരു അവയവമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്ര സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നതെന്ന് പറയും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനൊരു കടയാണ്, പലചരക്ക് കട. വലിയ കടയൊന്നുമല്ല, കൊച്ചു കടയാണ്. പക്ഷേ ഞാൻ എന്നും
എൻ്റെ കടയിൽ വരുന്നത്, എൻ്റെ അച്ഛൻ്റെ കടയിൽ വരുന്നത്, ഞാൻ ചെല്ലുമ്പം ഞാൻ എന്തോ ആരെങ്കിലും ഒരു സാധനം വാങ്ങാൻ, ഒരു അരി വാങ്ങാൻ വന്ന ഒരു പിടി അരി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കും. അത് ഉള്ളിയായാലും മുളകായാലും എന്തായാലും ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, കർത്താവേ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇത് മാത്രമാണ്, ഇത് സന്തോഷത്തോടെ അവർ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഇന്നും തുടർന്ന് പോകുന്ന എൻ്റെ ജീവിതം. അതുപോലെ തന്നെ ഇനി വരുന്ന മാസങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്നത്, അതുപോലെ തന്നെ എൻ്റെ ജപമാല റാലി, ഞാനിപ്പോൾ എൻ്റെ 3 ജപമാല റാലി കഴിഞ്ഞ് ഈ കൊന്ത ഉപയോഗിച്ച് ഒരു വെള്ളം പോലും കുടിക്കാതാണ് ഞാൻ ഈ 3 ജപമാല റാലിയും പങ്കെടുത്ത് അവിടെ ചെന്നിട്ടാണ് കാപ്പിയും പണ്ണും കഴിയുക. അല്ലാതെ രാവിലെ ഞാൻ അവിടുന്ന് ഓരോ ജപമാല റാലി ഉപവാസം എടുത്തുകൊണ്ടാണ്, ഒരു വഴിയിലോ ഒന്നും വെള്ളം കുടിച്ചല്ല, എല്ലാം ഉപവാസം എടുത്തുകൊണ്ട് അത്രയും പുണ്യമായിട്ടാണ് ഇത് കരുതുന്നത്. ഈ ആയുസ് മുഴുവൻ അമ്മയോട് അപ്പയോട് ചേർന്ന് നിന്ന് അവിടുത്തെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ, ഈ ഭൂമിയിലോട്ട് ഞാൻ പിറന്നു വന്നപ്പോൾ ഉടമ്പടിയിലോ ഒന്നുമല്ല ജീവിച്ചത്, ഒന്നും അറിയാതെ പിറന്നു വന്ന് ഇത്രയും നാളും ജീവിച്ച്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ജീവിതം എന്തോ ആണെന്ന്, എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ അറിഞ്ഞു തുടങ്ങി. ഇനി ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കുന്നതാ, ഈ ജീവനുള്ളിടത്തോളം കാലം ഉടമ്പടിയിൽ സത്യസന്ധമായി നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതലും മറ്റുള്ളവർക്ക് ചെയ്ത് ഓരോ ദിവസവും ഓരോ മക്കളുടെ കരങ്ങളിലേക്ക് എൻ്റെ അപ്പയെ എനിക്ക് പറഞ്ഞും പകർന്നും കൊടുക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്ദിയും പറഞ്ഞ് ഇനിയും ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ വരുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. നിർത്തുന്നു.